അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവർ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇസ്ലാം കാര്യങ്ങളിലൊന്നായ സക്കാത്തിനെ കുറിച്ചാണ്. സക്കാത്തുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രത്തിൽ വന്ന ഒരു വാർത്തയുമായി സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പമുള്ളത് ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനകളിലൊന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും പരിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തോടൊപ്പം തന്നെ ചേർത്തുകൊണ്ട് സക്കാത്തിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എത്രത്തോളമാണ് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ സക്കാത്തിന് നൽകപ്പെടുന്ന പ്രാധാന്യങ്ങൾ? ഒരാൾ ഇസ്ലാമിലേക്ക് വരാൻ അദ്ദേഹം സത്യസാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനങ്ങൾ ഉൾക്കൊണ്ട് അംഗീകരിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നത്. പക്ഷേ വന്നൊരാൾക്ക് ഇസ്ലാമിൽ തുടരാൻ അഥവാ ഒരു മുസ്ലിമായി നിലനിന്ന് മുന്നോട്ട് പോകാൻ അർഹതയുണ്ടാവണമെങ്കിൽ ഒന്നാമതായി അദ്ദേഹം നമസ്കാരം അത് മുറ പോലെ സമയബന്ധിതമായി കൃത്യമായി നിർവഹിക്കുന്ന ആളാവണം. രണ്ടാമതായി അദ്ദേഹം സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിൽ അതിൻ്റെ യഥാസമയത്ത് സക്കാത്ത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ആ കാര്യം പൂർത്തീകരിക്കണം. ഈ ഷഹാദത്തും നമസ്കാരവും സക്കാത്തും ഉള്ള അഥവാ അതിൻ്റെ അർഹത എത്തിയിരിക്കുന്ന ആളുകൾ അത് നിർവഹിക്കുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിലെ അംഗമായി നിലനിൽക്കാൻ അർഹതയുള്ളത്. ഖുർആൻ പറഞ്ഞത് അവർ അങ്ങനെ വരുമ്പോൾ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്നാണ്. ഇഖ്വാനക്കും ഫിദ്ദീൻ എന്ന ഖുർആൻ പ്രയോഗിച്ചത്. അപ്പോൾ അത് അത്രയും പ്രാധാന്യം അതിനുണ്ട്. അതായത് ഇത് നമസ്കാരത്തെ പോലെ തന്നെ സക്കാത്തും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പോയില്ലെങ്കിൽ നമ്മൾ ഇസ്ലാം ഒന്ന് പുറത്തു പോകാൻ മാത്രം കാരണമാകുന്ന ഗൗരവതരമായിരിക്കുന്നൊരു വിഷയമാണ്, പ്രാധാന്യം അറിയിക്കുന്ന വിഷയമാണ് സക്കാത്ത്. മറ്റുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിവിധ രീതികളിൽ സമ്പത്ത് ചെലവഴിക്കാറുണ്ട്. ഈ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ നിന്ന് വ്യത്യാസമായി സക്കാത്തിനുള്ള വ്യത്യാസം എന്താണ്? സമ്പത്ത് നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ അവകാശത്തിൽപ്പെട്ട, നമ്മുടെ അധീനതയിൽപ്പെട്ട സമ്പത്ത് അനുവദിക്കപ്പെട്ട ഏത് മേഖലയിൽ നമുക്ക് ചെലവഴിക്കാം. എന്നാൽ സക്കാത്ത് എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു സമ്പന്നനാണെങ്കിൽ എൻ്റെ സമ്പത്തിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട സക്കാത്തിന് എനിക്ക് അർഹതയില്ല, അതെൻ്റെ അവകാശത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടാനുസരണം എനിക്ക് തോന്നിയ രൂപത്തിൽ അത് വിനിയോഗിക്കാൻ ഒരിക്കലും കഴിയില്ല. സക്കാത്തും മറ്റുള്ള സമ്പത്തും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നേർക്കുനേരെ എന്ന് പറഞ്ഞാൽ സക്കാത്ത് ഒരിക്കലും കൊടുക്കുന്നവൻ്റെ അവകാശത്തിൽപ്പെട്ട സംഗതിയല്ല, അവൻ്റെ ഔദാര്യവുമല്ല, മറിച്ച് അത് ലഭിക്കേണ്ട ഒരു വിഭാഗമുണ്ട്, അവരുടെ അവകാശമാണത്. അതുകൊണ്ട് അതിൽ നമ്മൾ നേർക്കുനേരെ കൈകടത്താൻ പാടില്ല. സ്വന്തം സമ്പത്ത്, നമുക്ക് ശുദ്ധീകരിച്ച സമ്പത്ത് നമുക്ക് നമ്മുടെ താല്പര്യപ്രകാരം ഇഷ്ടാനുസരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വാർത്ത പരിശോധിക്കുമ്പോൾ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യം സക്കാത്ത് സംഘടിതമായി നൽകുക എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാത്തതാണ്, അല്ലെങ്കിൽ പ്രമാണ വിരുദ്ധമാണ് എന്നുള്ളതാണ്. അങ്ങനെയാകുന്ന സമയത്ത് സക്കാത്തിൻ്റെ സംഭരണ വിതരണ രീതികൾ ഏത് രീതിയിലാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും, ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാര രീതികളും അതുപോലെ ജീവിത രീതികളും എല്ലാ സംഗതികളും ലോകാവസാനം വരെ ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിന് പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലേതെങ്കിലും ഒരു കാര്യം ഇന്ന കാലത്ത് പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്നതല്ല എന്ന് വന്നാൽ മൊത്തത്തിൽ ഇസ്ലാം പ്രായോഗിക മതമല്ല എന്നാണ് അതിൻ്റെ വിവക്ഷ വരിക. അപ്പോൾ ആ ഒരവസ്ഥ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ സക്കാത്ത് എന്നുള്ളത് പ്രവാചക തിരുമയുടെ കാലഘട്ടത്തിൽ അത് ബൈത്തുൽ മാലിലേക്കാണ് അത് സ്വരൂപിക്കുന്നത്, സംഘടിതമായിട്ടാണ്. ഖലീഫമാരുടെ കാലത്തും അതങ്ങനെ തന്നെയാണ്. അതിലേക്ക് കൊടുക്കേണ്ട സക്കാത്തിൽ നിന്നൊരു ചെറിയ വിഹിതം പോലും സ്വന്തം താല്പര്യപ്രകാരം ആർക്കെങ്കിലും കൊടുക്കാനോ മറ്റോ മാറ്റിവെക്കുന്നത് പോലും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മനസ്സിലാകുന്നത് സക്കാത്ത് ഒരിക്കലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് നേരിട്ട് കൊടുക്കുന്ന ഒരു വിനിമയ ക്രമമേ അതിനില്ല. അത് പഠിപ്പിച്ച കാലം മുതൽ അങ്ങനെയാണ്. സ്വാഭാവികമായുള്ളൊരു വിഷയം, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്, പള്ളി അവിടുത്തെ ഇമാമാണ്, അതുപോലെ ഭരണാധികാരിയാണ്. ഖലീഫമാരും ഭരണാധികാരികളാണ്, പള്ളിയിലെ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവരുടെ
ഈ ബൈത്തുൽ മാൽ അല്ലെങ്കിൽ പൊതു ഖജനാവിലേക്ക് ഈ സക്കാത്ത് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായത്. പക്ഷേ പിൽക്കാലത്ത് ഖലീഫമാരില്ല, ഇസ്ലാമിക ഭരണാധികാരികളില്ല, എല്ലാ രാജ്യത്തും ഇസ്ലാമിക ഭരണമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സംഘടിതമായി സക്കാത്തിൻ്റെ സംവിധാനം ശരിയല്ല എന്ന ഒരു നിലപാട് നേരത്തെ തന്നെ നമ്മുടെ ഈ യാഥാസ്ഥികരായിരിക്കുന്ന ആളുകൾ വെച്ച് പറയുന്ന നിലപാടാണ്. പക്ഷേ ഇതിന് അങ്ങനെ ഇസ്ലാമിക ഭരണമില്ലാത്തൊരു പ്രദേശത്ത് സംഘടിതമായി സക്കാത്ത് സംവിധാനം പാടില്ല എന്ന് പറയാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു പിൻബലവുമില്ല. മാത്രമല്ല സക്കാത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്ന അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് സംഘടിതമായി തന്നെ നിർവഹിക്കുകയും വേണം. കാരണം സക്കാത്ത് ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രദേശത്തെ, ഇപ്പം നമ്മുടെ നാട്ടിൽ മഹല്ല് എന്നൊക്കെ പറയുമെങ്കിലും ഒരു പ്രദേശത്തെ പ്രയാസപ്പെടുന്ന ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകൾ, പട്ടിണി കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ പട്ടിണിയടക്കമുള്ള അവരുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ പരിഹരിക്കപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പ്രായോഗികമായിരിക്കുന്ന മാർഗമായിട്ടാണ് സക്കാത്ത് സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഒരു വ്യക്തി തൻ്റെ താല്പര്യത്തിൽപ്പെട്ട മറ്റൊരു വ്യക്തിക്ക് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യുന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. അവിടെ പട്ടിണി കിടക്കുന്നവനെന്നും പട്ടിണി തന്നെ ആയിരിക്കും, പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവൻ തന്നെ ആയിരിക്കും, പണക്കാരനെന്നും പണക്കാരൻ തന്നെ ആയിരിക്കും. അതിൽ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ആൾ മറ്റെന്തെങ്കിലും ജോലിയോ അധ്വാനങ്ങളൊക്കെ കണ്ടെത്തി അവരങ്ങനെ സ്വയം റെഡിയായി വരാമെന്നല്ലാതെ ഇതിന് പരിഹാരം ഉണ്ടാവില്ല. അപ്പോൾ ഇസ്ലാമിലെ സക്കാത്ത് ഏതൊരു പ്രദേശത്ത് നടപ്പിലാക്കുകയാണെങ്കിലും ആ പ്രദേശം ഒരു നിശ്ചയ കാലയളവിൽ എല്ലാ അർത്ഥത്തിലും സ്വയം പര്യാപ്തത കൈവരിക്കും. അതിനുപയുക്തമായ വിധത്തിലാണ് സക്കാത്ത് സംവിധാനം. അതുകൊണ്ടാണ് അതിൻ്റെ തുടക്കം മുതൽ തന്നെ സംഘടിതമായി സാമൂഹ്യമായ രൂപത്തിൽ അതിൻ്റെ ശേഖരണ വിതരണ സംവിധാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലേഖനം വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് പ്രമാണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെയാണ്. ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ മാത്രം അവലംബിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സക്കാത്തിൻ്റെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിലുണ്ടാകുക. ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ന് ഇങ്ങനെയുള്ള ചില ലേഖനങ്ങളിലും ചില സ്റ്റേജ് പ്രഭാഷണങ്ങളിലുമൊക്കെ ഈ യാഥാസ്ഥിക വിഭാഗം എടുത്തു പറയാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായിരിക്കുന്ന പല വിഷയങ്ങളിലും ഒരു എതിർപക്ഷത്തൊരാളെ നിർത്തിക്കൊണ്ടൊരു ഒരു ചർച്ച, ഒരു സംവാദം, ഒരു സൗഹൃദ സംഭാഷണമൊക്കെ നടത്തുകയാണെങ്കിൽ അവിടെ പ്രമാണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കാറുണ്ട്. ആ രേഖപ്പെടുത്തുന്ന എവിടെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രമാണം എഴുതാറില്ല. അവിടെ എഴുതുന്നത് 1 വിശുദ്ധ ഖുർആൻ, 2 സ്വഹീഹായിരിക്കുന്ന ഹദീസുകൾ, 3 സ്ഥിരപ്പെട്ട ഇജ്മാ, 4 വ്യക്തമായ ഖിയാസ്. ഈ 4 അല്ലാതെ 5-മതൊന്ന് 6-മതൊന്ന് വേറെ വന്നിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു വശം. രണ്ടാമത്തത്, ഇനി അഥവാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രമാണമാക്കുകയാണെങ്കിൽ ഏതു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് പ്രമാണമാക്കുക? ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകൾ 1-ാം സ്ഥാനത്തേക്ക് നമസ്കാരമാണ്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പോലും 4 മദ്ഹബിൻ്റെ കീഴിലുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഏകാഭിപ്രായക്കാരാണോ? അല്ല. അതിൻ്റെ സുന്നത്തും നമ്മൾ നിൽക്കട്ടെ, ഫർളും ഷർത്തും അടക്കമുള്ള കാര്യങ്ങളിൽ പോലും ഈ 4 മദ്ഹബിൻ്റെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഒരേ അഭിപ്രായക്കാരല്ല. എന്നിരിക്കെ ഇതിൽ ഏതാണ് പ്രമാണമായി സ്വീകരിക്കുക? 4ഉം പ്രമാണമാണോ? 4-1 അങ്ങനെയാണെങ്കിൽ ഏതാണ്? അതെല്ലാം 4ഉം നമ്മൾ തള്ളിക്കളയേണ്ടതാണോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ മുസ്ലിം ലോകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പേ നോക്കി കണ്ടിട്ടുണ്ട്. ലോകത്ത് മൊത്തത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണെന്ന് പറയുന്നിടത്ത് എവിടെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വന്നിട്ടില്ല. പ്രത്യേകിച്ച് മദ്ഹബിൻ്റെ ഇമാമുമാരിലേക്ക് ചേർത്തുകൊണ്ടാണല്ലോ ഇതൊക്കെ പറയാറുള്ളത്. ഈ മദ്ഹബിൻ്റെ ഇമാമുമാരിൽ പ്രമുഖരായിരിക്കുന്ന ആളുകൾ വരെ അവർ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങളിങ്ങനെ മദ്ഹബ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ മദ്ഹബ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളതാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പഴിച്ചു പോകും എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് പല വിഷയങ്ങളിലും മതവിധി കൊടുക്കുമ്പോൾ അവർ പറയാറുള്ളത് നമ്മളീ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലെ കാര്യങ്ങളാണ്. എന്നാൽ ഇദാ റഅയ്തും കലാമി യുഖാലിഫുൽ ഹദീസ് ഫഅമലു ബിൽ ഹദീസ് വദിരിബു ബി കലാമി അൽ ഹായിദ്. ഞാനീ പറയുന്ന അഭിപ്രായം നിങ്ങൾ പ്രവാചക ചര്യയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ആ പഠനം പോലും അന്ന് അവസാനിക്കുന്നില്ല, ഇനിയും തുറന്നു വരേണ്ടതാണ്. അതുകൊണ്ട് പിൽക്കാലത്ത് ഇനിയും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ടാവും, പ്രത്യേകിച്ച് ഈ ഹദീസുകളെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളുണ്ടാവും.
ആ പഠനങ്ങളിൽ ഇതുമായി താരതമ്യം ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമായിട്ടാണ് കണ്ടെത്താൻ കഴിയുന്നതെങ്കിൽ ആ പ്രമാണമാകുന്ന പ്രവാചക ചര്യ സ്വീകരിക്കുകയും എൻ്റെ അഭിപ്രായത്തെ വലിച്ചെറിയുകയും ചെയ്യണം എന്ന് പഠിപ്പിച്ച ആളാണ് ഇമാം ഷാഫി അടക്കമുള്ള മദ്ഹബി പണ്ഡിതന്മാർ. ഇതാണ് മുസ്ലിം ലോകം ഇവരോട് കാണിച്ചിരിക്കുന്ന സമീപന രീതിയും. ഇവരൊക്കെ വലിയ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരാണ്, ഇസ്ലാമിനു വേണ്ടി അങ്ങേയറ്റം ത്യാഗം ചെയ്തവരാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് പരലോകത്ത് വലിയ പ്രതിഫലം കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ എല്ലാവരെയും പോലെ അവരും വഹയില്ലാത്ത മനുഷ്യരാണ്. ആ മനുഷ്യരെന്ന നിലക്കുള്ള സ്വാഭാവികമായ പരിമിതികൾ അവർക്കും ഉണ്ടായിരിക്കും. ആ പരിമിതികൾക്കുള്ളിലുള്ള ചില വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ മദ്ഹബുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയാത്ത പല വിഷയങ്ങളൊക്കെ വരാനുള്ള കാരണം. അവിടെയൊക്കെ നമുക്ക് സ്വീകരിക്കാനുള്ള മാർഗ്ഗം ഖുർആൻ പറഞ്ഞ പോലെ ഫൈൻ തനാസഅതും ഫി ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ അത് ആദ്യം പരിശോധിക്കേണ്ടത് ഖുർആനിലാണ്, പിന്നെ പരിശോധിക്കേണ്ടത് പ്രവാചക ചര്യയിലാണ്. ഇനി ആ രണ്ടിലും നമുക്ക് വ്യക്തമാവുന്നില്ലെങ്കിൽ ഇജ്മാവും ഖിയാസുമാണ് പിന്നെ നമ്മൾ പറയുന്ന പ്രമാണം. അവിടെ ഒന്നും മദ്ഹബിൻ്റെ കിതാബുകൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഒരു പ്രമാണം എന്ന നിലയ്ക്ക് ഒരിക്കലും പറയാറില്ല. എന്നാൽ പ്രമാണങ്ങളെക്കുറിച്ചും അതിലുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു ഗൈഡ് ലൈനായിട്ട് ഒരു സഹായക ഗ്രന്ഥമായിട്ടൊക്കെ അതൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ അതിനെ ഒരു പ്രമാണമായി സ്വീകരിക്കാൻ യാതൊരു മാനദണ്ഡവുമില്ല. നമ്മൾ പറഞ്ഞ പോലെ പരിശുദ്ധ ഖുർആനിലെ സക്കാത്തുമായി ബന്ധപ്പെട്ട ആയത്തുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അവിടെ നമുക്കൊരു സംഘടിത സക്കാത്ത് സംവിധാനമല്ല ഖുർആൻ്റെ സൂചനയെങ്കിലും നൽകുന്നത്. കാരണം ആ സക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ച് പറയുന്നിടത്ത് മൂന്നാമതായി പറയുന്നത് ഫക്കീർ മിസ്കീന് കഴിഞ്ഞാൽ പിന്നീട് പറയുന്നത് സക്കാത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. അത് ആ ഒരു സംഘടിതമായ പ്രവർത്തനം ഉള്ളത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഭാഗം ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ സക്കാത്തിൻ്റെ അവകാശികൾ ഇപ്പോൾ സക്കാത്തിൻ്റെ അവകാശികൾ എണ്ണുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ജോലിക്കാരി എന്ന അർത്ഥത്തിൽ തന്നെ ഒരു വിഭാഗത്തെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടാവണമെങ്കിൽ അങ്ങനെ സംവിധാനമാണല്ലോ. ഞാൻ എൻ്റെ സക്കാത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ജോലിക്കാരൻ എന്താ കാര്യമുള്ളത്? ഒരു എഴുതി വെക്കാനോ ഒരു കണക്ക് റെഡിയാക്കാനോ ഒന്നിനും ഒരു സംഗതിക്കും ഒരാളും ഉണ്ടല്ലോ, അതവിടെ അവസാനിക്കും. പിന്നെ അതേ സമയത്ത് സംഘടിതമായ സക്കാത്ത് ശേഖരണ വിതരണ സംവിധാനം ഉണ്ടാകുമ്പോൾ അവിടെ ഇതിൻ്റെ കണക്ക് റെഡിയാക്കാനും അത് അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കാനും അങ്ങനെ പല നിലക്കുള്ള കുറച്ചുകൂടി വിപുലമായ രൂപത്തിലാണെങ്കിൽ പല നിലക്കുള്ള ജോലിക്കാരും മറ്റുണ്ടാവും. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കാര്യവും കൂടി ഈ സക്കാത്ത് ഫണ്ടിൽ നിന്ന് കൊടുക്കാമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇത് മാത്രമല്ല, പ്രവാചകരോടുള്ള ഖുർആൻ്റെ നിർദ്ദേശം ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന്, അവിടെ സ്വതക്ക എന്നാണ് പദം ഉപയോഗിച്ചത്, പക്ഷെ അതിൻ്റെ വിവക്ഷ സക്കാത്താന്ന് മനസ്സിലാവും. ഹുദ്മിൻ അംബാലിയും സ്വതക്ക തുത്തഹിറും എന്നുണ്ട് ആ ഭാഗത്താണ്. അപ്പോൾ അവിടെ പ്രവാചകരോട് അത് അവരിൽ നിന്ന് സ്വീകരിക്കാനാണ് പറഞ്ഞത്. പ്രവാചകരാണെങ്കിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി സക്കാത്തോ സ്വതക്കയോ സ്വീകരിക്കാൻ പറ്റുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല, അഹ്ലുബൈത്താണ്. അവർക്കൊരിക്കലും അങ്ങനത്തെ സംഗതി പാടില്ല. ഹദിയ മാത്രമേ പറ്റുള്ളൂ, എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഐറ്റംസാണ് അവർക്ക് പറ്റുള്ളൂ. എന്നിരിക്കെ പ്രവാചകരോട് നിങ്ങൾ സക്കാത്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ജനങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കുകയും ജനങ്ങൾക്ക് തന്നെ അത് കൊടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ പ്രവാചക തിരുമേനി തന്നെ ചില യാത്രയിലൊക്കെ വരുമ്പോൾ ചില കർഷകരുടെ തോട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും എന്നിട്ട് ആ കൃഷിയിടത്തിലെ സക്കാത്ത് കണക്കാക്കിയിട്ട് അവരോട് ഇന്ന രൂപത്തിൽ ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തു പോകുന്നുണ്ട്. എന്നിട്ട് ആ കൂടെ സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരോട് പറയും, ഇത് നിങ്ങൾ ഇപ്പോൾ ഈ രൂപത്തിലാണ് ഇത് ചെയ്യേണ്ടത്, അത് ഇന്ന സമയത്ത് ഇങ്ങോട്ട് എത്തിക്കും, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ധാരാളം റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. ചില സമയത്ത് പറയുന്നുണ്ട്, റസൂലിനെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ മൊത്തത്തിൽ കൃഷി ഉൽപ്പന്നങ്ങൾ കൊയ്തെടുക്കുന്നതിന് മുമ്പ് അതിനൊരു മൊത്തവില കണക്കാക്കിയിട്ട് അതിന് സക്കാത്ത് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ മൊത്തവില കണക്കാക്കുമ്പോൾ അതിന് ഒരു ചെറിയ വിഹിതം, ഒരു 1/3 4/1 അയാൾക്ക് തന്നെ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ റസൂൽ എന്ത് ചെയ്യുന്നുണ്ട്? റസൂൽ ഇതേ സംഗതി ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ തോട്ടത്തിൽ റസൂൽ വന്നു, കൂടെ സ്വഹാബികളുണ്ട്. റസൂൽ പറഞ്ഞു, നമ്മളിത് മൊത്തം കണക്കാക്കല്ലേ എന്ന് വെച്ചു. അങ്ങനെ റസൂൽ തന്നെ കണക്കാക്കി. ആ കണക്കാക്കിയിട്ട് അവരോട് പറഞ്ഞു, ഇത് ഇത്രയുണ്ട്, ഇതിൽ നിന്ന് എടുക്കുന്നതിന് കണക്ക് വെക്കണം എന്ന് പറഞ്ഞു പോയി. എന്നാൽ അവിടെ മാറ്റി വെച്ചില്ല. അതിന് കാരണം വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, റസൂലുള്ള ആ മൊത്ത വില പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ മൊത്തം അതിൻ്റെ അളവ് പറയുമ്പോൾ പോലും അതിനൊരു വഹയിൻ്റെ പിൻബലം ഉണ്ടാവും, അതുകൊണ്ട് കറക്റ്റായിരിക്കും.
സ്വഹാബികൾ അങ്ങനെ മൊത്തത്തിൽ കണക്കാക്കുമ്പോൾ അബദ്ധം വരാൻ സാധ്യതയുണ്ട്. അവിടെ കർഷകർ നഷ്ടം വരാതിരിക്കാനാണ് അവർക്ക് 4-1 മാറ്റി വെക്കണമെന്ന നിർദ്ദേശം കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ജനങ്ങളിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കുന്ന, പിരിച്ചെടുക്കുന്ന ഒരു സിസ്റ്റമാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സക്കാത്ത് കൊടുക്കുന്ന സിസ്റ്റം പഠിപ്പിച്ചിട്ടില്ല. അതിൽ 2 രീതിയിലാണ് പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള സംഘടിത സക്കാത്ത് സംവിധാനമുള്ളത് ഇസ്ലാമിക ഭരണങ്ങളുള്ള പ്രദേശങ്ങളിലാണ്. ഇസ്ലാമിക ഭരണങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ ചെയ്യേണ്ട കാര്യം 3 രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന്, വ്യക്തികൾക്ക് അവകാശികൾക്ക് നൽകുക എന്നുള്ള രീതി. രണ്ടാമത്തത് ഇസ്ലാമിക ഭരണാധികാരിയായ ഇമാമിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതി. മൂന്നാമത്തത് അവകാശികൾക്ക് നൽകാനായി നിശ്ചിത വ്യക്തിയെ വക്കാലത്ത് ഏൽപ്പിക്കുക എന്നുള്ള രീതി. ഈ 3 രീതികളാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കർമ്മശാസ്ത്രങ്ങളിലുള്ളത് എന്നാണ് പറയുന്നത്. ഈ രീതികൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിക പ്രമാണങ്ങൾ എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യമാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. അനുബന്ധമായിട്ട് ഇജ്മാ, ഖിയാസൊക്കെ ചേർക്കണം. ഈ പറയുന്നതിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഒന്ന്, വ്യക്തിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഭരണാധികാരമുള്ള ഇമാമിന് കൊടുക്കുക, അതല്ലെങ്കിൽ ഒരാളെ വക്കാലത്ത് ഏൽപ്പിച്ചിട്ട് അയാൾക്ക് കൊടുക്കുക. ഇത് തീർച്ചയായിട്ടും പ്രമാണങ്ങളിൽ അങ്ങനെ സംഗതി കാണാൻ കഴിയില്ല. ഇതിനൊരു ന്യായമായി പറയുന്നത് ഇസ്ലാമിക ഭരണമില്ലാത്ത പ്രദേശം എന്നുള്ള. അങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ ചേർത്ത് വായിക്കേണ്ട സംഗതിയുണ്ട്. ഇസ്ലാമിക ഭരണമുള്ള കാലത്ത് സക്കാത്ത് മാത്രമല്ല ഭരണാധികാരി നോക്കിയിരുന്നത്, നമസ്കാരവും ഭരണാധികാരിയാണ് നോക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയായി ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹമാണ് ഭരണാധികാരി, അദ്ദേഹം തന്നെയാണ് പള്ളിയിലെ ഇമാമ്, അദ്ദേഹമാണ് ഖാദി, അദ്ദേഹം തന്നെയാണ് സക്കാത്ത് പിരിച്ചെടുക്കുന്നത്. അഥവാ അതിൻ്റെ ഉത്തരവാദിത്വം. ഇനി ഖലീഫമാരുടെ കാലം വന്നപ്പോഴോ, ആ ഖലീഫമാരാണ് പള്ളിയിലെ ഇമാമ്, അവരാണ് ഖാദി, അവരാണ് സക്കാത്ത് പിരിച്ചെടുക്കുന്നത്. എന്നാൽ ഈ ഖലീഫമാരും ഭരണമൊന്നും ഇല്ലാത്തൊരു കാലം വന്നാൽ അവിടെ സക്കാത്ത് മാത്രം എങ്ങനെ നേരിട്ട് ചെയ്യുന്നൊരു ഏർപ്പാടായി മാറുക, സംഘടിത സംവിധാനം അത് മാത്രം എങ്ങനെ മാറും, ബാക്കിയുള്ളതൊക്കെ സംഘടിതമാകുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, നമസ്കാരത്തിനും അതേപോലെ നമ്മൾ പള്ളി ഉണ്ടാക്കാൻ പാടുണ്ടോ? പള്ളി ഉണ്ടാക്കാനും എന്നിട്ട് അവിടെ ഇമാമിന് വെക്കാനും എന്നിട്ട് അവരെ തുറന്ന് നിസ്കരിക്കാനും അങ്ങനെ ജമാഅത്ത് സിസ്റ്റം വരുന്നതിന് എന്താണ് പ്രമാണം പറയുക? അപ്പോൾ നേരെ മറിച്ചാണ്. ഇസ്ലാമിക ഭരണമില്ലാത്തൊരു പ്രദേശത്ത് ഇസ്ലാമിക നിയമങ്ങൾ പ്രായോഗികമാണ് എന്ന് പഠിപ്പിച്ചവരാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം. ആ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണെന്ത്? ഇവിടെ ഭരണമില്ല, പക്ഷേ നമസ്കാരം ജമാഅത്തേറെ നടക്കണം. അതിനെന്ത് മതി? ഒരു നാട്ടിൽ എത്ര ആളുകളാണോ സഹകരിക്കാൻ പറ്റുക അവർ കൂടിയിട്ട് ഒരുമിച്ച് കൂടിയ സംവിധാനം ഉണ്ടാക്കുക, കമ്മിറ്റിയോ അല്ലെങ്കിൽ ജമാഅത്തോ ഒരു മഹല്ല് സംവിധാനമൊക്കെ ഉണ്ടാക്കുക. അതിൻ്റെ കീഴിൽ പള്ളി ഉണ്ടാക്കുക. ആ പള്ളിയിൽ ശരിക്ക് ഇമാമ് നിൽക്കേണ്ടത് ആ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹം നിൽക്കണം നിർബന്ധമില്ല. ആ പ്രസിഡൻ്റ് അടക്കം അദ്ദേഹത്തിൻ്റെ അറിവോട് അനുവാദത്തോടു കൂടി ഒരു ഇമാമിനെ നിശ്ചയിക്കുന്നു. എന്നിട്ട് ഇമാമ് അവിടെ നിൽക്കുന്നു, നമ്മൾ തുടർന്ന് നമസ്കരിക്കുന്നു. സംഘടിതമായി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇസ്ലാമിക ഭരണമില്ലല്ലോ എന്നതിൻ്റെ പേരിൽ ജമാഅത്ത് നമസ്കാരം നടക്കാതെ പോകുന്നില്ല. അതിന് ഒരു കമ്മിറ്റിയും ഒരു മഹല്ല് സംവിധാനമോ ഒരു ജമാഅത്തൊക്കെ ഉണ്ടാക്കുന്നതിന് എന്ത് പ്രമാണമാണോ ഈ ആളുകൾ സ്വീകരിക്കുന്നത് അതേ പ്രമാണം തന്നെയാണ് യഥാർത്ഥത്തിൽ സംഘടിതമായി സക്കാത്ത് സംവിധാനത്തിനും ഒരു കമ്മിറ്റിയോ സംവിധാനം ഉണ്ടാക്കിയിട്ട് ശേഖരണ വിതരണ സംവിധാനങ്ങൾ നടത്തുക എന്നുള്ളത്. അതിൽ വേറെ അത് രണ്ടാക്കി വേർതിരിക്കേണ്ട കാര്യമല്ല. മാത്രമല്ല ഒറ്റ കാര്യോട് ചേർത്ത് പറയേണ്ടതായിരുന്നു, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ നബിയുടെ കാലത്തുള്ള പോലെ തന്നെ എല്ലാവരും നമസ്കരിക്കാൻ ഇമാം എന്ന നിലക്ക് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിന്നിൽ വരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ള പോലെ എല്ലാവരും സക്കാത്ത് പൂർണ്ണമായി അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖജനാവിലേക്ക് നൽകുക എന്നുള്ളതിൽ ചെറിയ അമാന്തം കാണിച്ചു ചിലർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ? വല്ലാഹി ല ഉഖാത്തിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വ സക്കാ. നമസ്കാരത്തെയും സക്കാത്തിനെയും വേർതിരിച്ച് രണ്ടായി കണ്ടവരെ അവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുന്ന പറഞ്ഞത്. അവിടെ എന്താ ഉണ്ടാക്കിയത്? നമസ്കാരത്തിന് റസൂൽ ഉള്ള പോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അന്നത്തെ ഇമാമിനെ തുടരുന്നു. എന്നാൽ സക്കാത്തിൻ്റെ കാര്യത്തിൽ റസൂൽ ഉള്ള കാലത്ത് റസൂലിൻ്റെ ഫണ്ടിലേക്ക് കൊടുത്തു. റസൂൽ മരണപ്പെട്ട ശേഷം ഖലീഫൻ്റെ ഫണ്ടിലേക്ക് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായി കൊടുക്കുന്നില്ല. ഇങ്ങനെ ഈ വിഷയത്തിൽ വേർതിരിവ് ഉണ്ടാക്കുന്നത് വരെ ഒരു ഇസ്ലാമിക ഭരണാധികാരിക്ക്
അങ്ങനെയുള്ള ആളുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ ഒരു അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മൾ നമസ്കാരത്തിന് സംഘടിത സംവിധാനം ഉണ്ടാക്കുന്നു, കമ്മിറ്റിയും മറ്റൊക്കെ വെച്ചിട്ട്. ആ സമയത്ത് സക്കാത്തിന് സംഘടിത സംവിധാനം ഉണ്ടാക്കിയാൽ അത് മതവിരുദ്ധമാണ്, പ്രമാണവിരുദ്ധമാണ് എന്ന് നമ്മൾ വാദിക്കുകയും ചെയ്യുന്നു. ഇത് തീർത്തും വൈരുദ്ധ്യാധിഷ്ഠമായിരിക്കുന്ന സംഗതിയാണ്. ഇസ്ലാമിൻ്റെ പ്രായോഗിക തലത്തിന് എതിരായി പറയുന്നൊരു വാദഗതി കൂടിയാണത്. ഈ ലേഖനം പ്രധാനമായും ലക്ഷ്യം വെച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തുൽ സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനത്തെയാണ്. അവിടെ ആ ഒരു ലേഖനത്തിൽ തന്നെ പിന്നീട് പറയുന്നുണ്ട്, ആ ഒരു വാർത്തയിൽ തന്നെ പിന്നീട് പറയുന്നുണ്ട്, ജനങ്ങളുടെ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ, തൊഴിൽ പദ്ധതികൾ, വിദ്യാർത്ഥികൾക്കുള്ള പെൻഷൻ, അതോടൊപ്പം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, പെൻഷൻ എന്നീ സംഗതികളൊക്കെയാണ് ഇതിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സക്കാത്തിൻ്റെ വിഹിതത്തിൽപ്പെട്ട അവകാശികളിൽപ്പെട്ട ആളുകളല്ല എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് അതിന് വലിയ വിമർശനമായി പറയുന്നൊരു കാര്യം. പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സക്കാത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്താറുണ്ട്. എബിലിറ്റി ആണെങ്കിലും റേഡിയോ ഇസ്ലാം ആണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു സക്കാത്തിൻ്റെ അവകാശികൾക്ക് അപ്പുറത്തോട്ട് അർഹരല്ലാത്ത ആളുകൾക്ക് അത് ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. പിന്നെ ഒന്ന്, സക്കാത്ത് ശേഖരണം പോലെ തന്നെ അല്ലെങ്കിൽ അതിലേറെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യേണ്ട മേഖലയാണ് അതിൻ്റെ വിതരണ രീതി എന്നതിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. അതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ ഇനി മുജാഹിദ് സംഘടനകളാണെങ്കിലും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നന്നായി ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട മേഖലയാണ്. അതുകൊണ്ട് നമ്മൾ വിതരണം ചെയ്യുമ്പോൾ ആ വിതരണത്തിലൂടെ ഈ എമൗണ്ട് വന്നു ചേരുന്നത് ആരിലാണ്? ആ വന്നു ചേരുന്നത് അയാൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന 8 വിഭാഗമായി ഖുർആൻ പറഞ്ഞിരിക്കുന്ന അതുമായി ഏതെങ്കിലും നിലക്ക് കണക്റ്റഡ് ആണോ, അതിൽ പെട്ടവരാകുമോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത എല്ലാ സക്കാത്ത് കമ്മിറ്റികൾക്കുണ്ട്. അത് നിർവഹിക്കണം. എന്നാൽ തീർച്ചയായിട്ടും ആ പറയുന്ന 8 വിഭാഗങ്ങൾക്കുള്ളിൽ വിവിധങ്ങളായിരിക്കുന്ന തലങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുത്താൽ ഇങ്ങനെയുള്ള ടീമൊക്കെ അതിനകത്ത് ഉൾപ്പെടുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഇതിലെ ഒരു തമാശ എന്താ വെച്ചാൽ, ഇതൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിന് എതിരാണെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ, ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ രംഗത്ത് വരുന്ന കാലത്ത് അന്ന് പ്രയോഗത്തിൽ പോലും ഇല്ലാത്ത പദങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്ന സ്കോളർഷിപ്പ് പോലുള്ള പദങ്ങൾ, പുതിയ പദങ്ങളാണ്. ഈ സ്കോളർഷിപ്പ് പോലുള്ള ഒരു ആ സംഗതി ഇത് പാടില്ല, അല്ലെങ്കിൽ ഇത് ശരിയല്ല, അത് പ്രമാണവിരുദ്ധമാണ് എന്നൊരു കാലത്ത് എഴുതണമെങ്കിൽ അതിനെന്ത് വേണം? ഏറ്റവും ചുരുങ്ങിയത് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു പരാമർശമെങ്കിലും ആ കാലത്ത് വേണം. അതില്ലാത്തൊരു സംഗതിയെക്കുറിച്ച് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എങ്ങനെ ഉണ്ടെന്ന് തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല, സക്കാത്തിൻ്റെ വിഷയത്തിൽ തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ സക്കാത്തിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഇന്ന് നിലവിലുള്ള ഏതെല്ലാം സമ്പത്തിനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വരിക? എത്ര സമ്പത്ത് സക്കാത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകും? കാരണം കർമ്മശാസ്ത്ര ഈ പറയുന്ന മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലെവിടെയും ഇന്നത്തെ ഏറ്റവും വലിയ വരുമാന മാർഗമായിരിക്കുന്ന കുരുമുളക്, ഏലം, കാപ്പി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, റബ്ബർ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ പറയുന്ന ഓരോ ഐറ്റംസിനും ഒരാളും 1 രൂപ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം അതൊന്നും ഇത് ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ സ്കോളർഷിപ്പ് പോലെ തന്നെ അതൊന്നും വേണ്ടപ്പോൾ സക്കാത്ത് സ്വീകരിക്കുന്നിടത്തും ആ വിഷയമുണ്ട്. ആകെ പരമാവധി പോയാൽ നമ്മളെ എന്താ പറയുക, ഒരു നാട്ടിലെ മുഖ്യ ആഹാരം എന്ന നിലക്ക് അരി അല്ലെങ്കിൽ ഗോതമ്പ് അങ്ങനത്തെ ഏതാനും ഐറ്റംസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പരിമിതികൾ ആ പറയുന്ന ഗ്രന്ഥങ്ങൾക്കൊക്കെ ഉണ്ട്. എന്നിരിക്കെ അതിനെ പ്രമാണമാക്കിയിട്ട് ഒരു സംഗതി ശരിയാണെന്നോ തെറ്റാണെന്നോ പറയുന്നത് പോലും പ്രമാണങ്ങളോട് ചെയ്യുന്ന അനീതിയാണ് എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സംഘടിത സക്കാത്ത് സംവിധാനത്തെ കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനം. തീർച്ചയായിട്ടും സക്കാത്ത് സെല്ലിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണല്ലോ. ആ ചരിത്രത്തിൻ്റെ രീതികൾ പുളിക്കൽ സമ്മേളനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ ഒരു ചരിത്രം പുളിക്കൽ സമ്മേളനത്തിൽ, പിന്നെ പുളിക്കൽ സമ്മേളനമൊക്കെ നടക്കുന്ന മുമ്പേ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ തന്നെ, സംഘടിതമായി പ്രവർത്തിക്കാൻ ആരംഭിച്ച കാലം മുതൽ തന്നെ പ്രാദേശികമായി ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുകയും സക്കാത്ത് സംഘടിതമായി നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന് കൂടുതൽ ഓരോ സന്ദർഭങ്ങളിലും നമ്മളതിന് കൂടുതൽ പ്രചരണം കൊടുക്കുകയും അങ്ങനെ ആളുകളിലേക്ക് പരമാവധി എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം പുളിക്കൽ സമ്മേളനത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ കുറ്റിപ്പുറം സമ്മേളനത്തിലാണ്. കുറ്റിപ്പുറം സമ്മേളനത്തിൽ പിന്നെ ഈ സംഘടിത സക്കാത്ത് എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമേയമായി തന്നെ
കൊണ്ടുവരികയും അത് മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെഷൻ ഉണ്ടാവുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അതോടുകൂടിയാണ് ശരിക്ക് പിന്നെ ഇത് എല്ലാ ഏരിയകളിലേക്കും വ്യാപകമായി വരികയും മുജാഹിദ് പ്രവർത്തകർ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളിലും സംഘടിതമായിരിക്കുന്ന സക്കാത്തിലെ ചെറിയ രൂപത്തിലുള്ള സംവിധാനങ്ങളിലും വരികയും കുറേ കൂടി ശാസ്ത്രീയമായതിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുടക്കം കുറിച്ചതും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവം മുതൽ തന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിന് കുറച്ചുകൂടി വ്യാപകമായ പ്രചാരണം കിട്ടി അത് ജനകീയമായി വരുന്നത് പിന്നീട് വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ഇവിടെ ബൈത്തുൽ സക്കാത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ സക്കാത്തിൻ്റെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ സക്കാത്ത് സംബന്ധമായിട്ട് ഒരു ചർച്ചയോ മറ്റോ അങ്ങനെ നടന്നതായിട്ടുള്ളൊരു എൻ്റെ ധാരണയിലില്ല. കാരണം ഒരു എതിരഭിപ്രായം പ്രകടമാകണമെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ വേണമല്ലോ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജമാഅത്തെ ഇസ്ലാമി പിന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൻ്റെ നിസ്വാബ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം വെച്ച് പുറന്ന അതേ നിലപാട് തന്നെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യമായി അവരിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു സംഗതി. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ ഈ നാണയത്തിൻ്റെ പിന്നെ നിസാബ് പറയുന്നിടത്തൊക്കെ ചില വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിലുള്ള. എന്നാൽ പൊതുവിൽ രണ്ട് കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സംബന്ധമായ ചർച്ചകളോ അല്ലെങ്കിൽ സൗഹൃദ സംവാദങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നതായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് കുറച്ചുകൂടി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പ്രകടമായിട്ട് വരിക. പത്രം, ചാനൽ എന്നിവയൊക്കെ പൊതുവെ മുസ്ലിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതിക്ക് സക്കാത്തിന് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ഒരു വിമർശനം കൂടി ഇവിടെ വരുന്നുണ്ട്. ഈ ഫീ സബീലില്ല എന്നുള്ളൊരു ഭാഗം വരുന്ന സമയത്ത് ചില തഫ്സീറുകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് മുസ്ലിം സമൂഹത്തിന് പൊതുവെ ഉപകാരപ്പെടുന്ന സംഗതികളിലേക്ക് ഫീ സബീലില്ല എന്നുള്ള രീതി ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥത്തിൽ ഈ പത്രം, ചാനൽ എന്നൊക്കെയുള്ള സംഗതികളിലേക്ക് സക്കാത്തിൻ്റെ ഒരു വിഹിതം ഉപയോഗിക്കുന്നതിൽ പ്രയാസമുണ്ടോ? അത് ഫീ സബീലില്ല എന്നുള്ളത് പ്രത്യക്ഷത്തിൽ അതിൻ്റെ വിവക്ഷ ഈ ധർമ്മസമരം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധമടക്കമുള്ള അതൊക്കെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നാൽ അതിലേക്ക് വേണ്ടി സക്കാത്തിൻ്റെ ഭീമമായ സംഖ്യ തന്നെ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ എല്ലാ കാലത്തും എല്ലാ രാജ്യത്തും ഇനി ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ പോലും എന്നും യുദ്ധവും പിന്നെ അശാന്തിയുമല്ലല്ലോ. സ്വാഭാവികമായി ശാന്തമായ സ്വസ്ഥമായ ഒരു സാഹചര്യം തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. അവർക്കെതിരിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ അതിനോട് പ്രതിരോധിക്കുക എന്നുള്ള രൂപത്തിൽ മാത്രമാണ് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതില്ലാത്തൊരു സമയത്തും ഈ ഒരു ഫീ സബീലില്ല എന്നുള്ളത് ഖുർആനിൽ വന്നിരിക്കുന്നൊരു വിഭാഗം തന്നെയാണല്ലോ. ആ തരത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് നമുക്ക് പറയാവുന്ന ഏതു മേഖലയിലും അത് വിനിയോഗിക്കാമെന്നുള്ളതാണ് പൊതുവായിട്ട് മുസ്ലിം ലോകം അംഗീകരിച്ചുള്ള സംഗതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എബിലിറ്റി ഫൗണ്ടേഷൻ, അതുപോലെ കെയർ ഹോം, അങ്ങനെ പല ഈ പാലിയേറ്റീവ് സംവിധാനങ്ങൾ, ഇതിനൊക്കെ ഈ ആളുകൾ ഈ ഫണ്ട് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഫീ സബീലില്ല എന്ന രൂപത്തിലാണ്. ചിലയിടത്ത് അപൂർവമായി പള്ളികൾക്ക് ഒക്കെ സഹായം ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ആ നിലയിലാണ് കാണുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു ഫീ സബീലില്ല എന്ന് പറയുന്നതിൻ്റെ വിശാലമായ പരിധിയിൽ പത്രം, ചാനൽ പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുമോ ഇല്ലേ എന്നുള്ളത് അത് കുറച്ചുകൂടി നമ്മൾ ആഴത്തിൽ ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിരിക്കുന്നൊരു വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമി അത് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ പത്രത്തിൽ ഇങ്ങനെ റിപ്പോർട്ട് കാണുന്നു എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അതിൻ്റെ വസ്തുതകൾ വെളിപ്പെടുത്തേണ്ടതും അവർ തന്നെയാണ്. കാരണം അത് കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യേണ്ട സംഗതികളാണ്. അതേസമയത്ത് മാത്രമല്ല, നമ്മൾ ഇതിന് പ്രയോറിറ്റി ഉണ്ട്. ഈ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട്. കാരണം ഖുർആൻ പറഞ്ഞപ്പോൾ ഇന്നമ സ്വതക്കാത്തു ലിൽ ഫുഖറാ വൽ മസാക്കീൻ വൽ ആമിൽ, അങ്ങനെയുള്ള ഖുർആൻ പ്രയോഗിച്ചത്. അപ്പോൾ നമ്മുടെ സക്കാത്ത് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടവരായിരിക്കുന്ന ഫക്കീർമാരുണ്ടായിരിക്കെ, മിസ്കീന്മാരുണ്ടായിരിക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ആ നിലക്ക് തന്നെ പരിഹരിക്കേണ്ടതുണ്ടായിരിക്കെ അതിന് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് അത് കൂടി ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വിനിയോഗിക്കുന്നിടത്ത് കുറച്ചുകൂടി കാര്യക്ഷമതയും കുറച്ചുകൂടി ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാവണം. നമ്മുടെ ഏതെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കാനാവരുത് എന്നാണ് മൊത്തത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ പെടുമെന്നുള്ളത് കുറച്ചുകൂടി ആഴത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. സക്കാത്ത് എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം വളർച്ച എന്നുള്ളത്
പലപ്പോഴും പറയാറുണ്ട്. അതൊരു സംഘടിത സക്കാത്ത് സംവിധാനത്തിലൂടെയല്ലുള്ളൂ നേടിയെടുക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും. അത് ഞാനൊരു ഉദാഹരണം പറയാം. സക്കാത്ത് എന്ന സംവിധാനം അത് പിന്നെ ആ പദത്തിൻ്റെ പൊരുൾ വിശുദ്ധി, വികാസം, വളർച്ച, വർധനവ് തുടങ്ങിയിരിക്കുന്ന പൊരുളൊക്കെ അതിനുണ്ട്. അതെല്ലാം ഒരുപോലെ പിന്നെ സംഗമിക്കുന്ന ഒരു പദം തന്നെയാണത്. ഒന്ന്, നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്ന സമ്പത്ത് മറ്റെല്ലാത്തിനെയും പോലെ തന്നെ അതും ശുദ്ധീകരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളെ പരിധി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ കയ്യിൽ സമ്പത്ത് വന്നാൽ ഒരു നിശ്ചിത അളവിലുണ്ടെങ്കിൽ ആ അളവിൽ നിന്ന് പിന്നെ അതിന് കൃത്യമായിരിക്കുന്ന ഒരു തോത് നമ്മൾ മാറ്റിവെച്ചിട്ട്, അഥവാ അത് ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സക്കാത്ത് നൽകി മാറ്റിവെച്ചിട്ടാണ് അത് വിനിയോഗിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ കയ്യിൽ വരുന്ന സമ്പത്ത് ശുദ്ധീകരിക്കപ്പെട്ടു. നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഈ ധനം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടതാവും. അതായത് നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന അടക്കം എല്ലാം അതിൽ വരും. രണ്ടാമത്തത്, ഇത് വളർച്ച എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ സ്ത്രീകളുടെയൊക്കെ കൈവശം ധാരാളം ആഭരണങ്ങളുണ്ട്. പാവപ്പെട്ട വീടുകളിൽ വരെ ആഭരണങ്ങൾ കാണും. വിവാഹ സമയത്തൊക്കെ സ്വരൂപിക്കുന്ന കാവാം. ഇപ്പോൾ ഒരു പ്രദേശത്ത്, ഒരു മഹലിലെ 100 കുടുംബങ്ങളുള്ള ഒരു മുസ്ലിം മഹലിലെ വീടുകളിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവരുടെ അക്കൗണ്ടിലോ മറ്റൊക്കെ ആയിട്ട് എവിടെയാണോ ലോക്കറിൽ എവിടെയാണുള്ളത് ആ സ്വർണ്ണാഭരണങ്ങൾ കംപ്ലീറ്റ് എടുത്തിട്ട് നമ്മുടെ ഒരു ബിസിനസ്സിൽ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രദേശത്തെ ആ മുഴുവൻ കുടുംബങ്ങൾക്കും ആവശ്യമായ എല്ലാ വസ്തുക്കളും കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ കഴിയും. ഒരു വലിയ ഷോപ്പിംഗ് മാൾ, എല്ലാം A to Z ഉണ്ടാവും. അങ്ങനെ സ്ഥാപനം വന്നാലോ, ഒന്ന്, ആ സ്ഥാപനത്തിന് പണം മുടക്കിയിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ലാഭം കിട്ടും. 2, കുറച്ച് തൊഴിലില്ലാത്ത ആൾക്ക് അവിടെ തൊഴിൽ കിട്ടും, അപ്പോൾ അവർക്കും വരുമാനം ഉണ്ടാവും. 3, ഒരു ബിസിനസ് എന്ന നിലക്ക് വർഷാവർഷങ്ങളിൽ അതിൻ്റെ സക്കാത്ത് കണക്കാക്കിയിട്ട് അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കും. അത് പാവപ്പെട്ടവർക്കും അതിൽ വളർച്ച ഉണ്ടാവും. അപ്പം ബിസിനസ്സുകാരന് വളർച്ചയുണ്ട്, തൊഴിലാളിക്ക് വളർച്ചയുണ്ട്, സക്കാത്ത് വാങ്ങുന്ന പാവപ്പെട്ടവർക്കും വളർച്ചയുണ്ട്. ഇതാണ് സക്കാത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അതേസമയത്ത് ഈ സ്വർണം അത് സക്കാത്തും കൊടുക്കുന്നില്ല, ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നില്ല, അതങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചാലോ അത് മുരടിച്ച് ചത്തുപോകുന്ന ഒരു ധനമായിട്ട് കിടക്കും. പരലോകത്താണെങ്കിലോ അത് നമുക്കെതിരെ തിരികെയും ചെയ്യും. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞാൽ സഹോദരിമാർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഈ ആഭരണങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും, അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും, അത് അവർക്ക് തന്നെ ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വളർച്ച ഉണ്ടാകുന്ന ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറഞ്ഞ വിഷയം. അതങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ, ആളുകൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു വിപ്ലവം തന്നെ ഈ രംഗത്തുണ്ടാക്കാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു 5 വർഷം, പരമാവധി ഒരു 10 വർഷം, അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ സ്വാശ്രയരാക്കി മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ കൃത്യമായ ഇസ്ലാമികമായ സക്കാത്ത് സംവിധാനം അതും സംഘടിതമായി വ്യവസ്ഥാപിതമായി നടപ്പിലാക്കുകയാണെങ്കിൽ അത് മാത്രം മതിയാവും. അതാണ് എൻ്റെ ഇതിലുള്ള ഒരു പഠനവും ഒരു അന്വേഷണവും. അതിന് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളും അതാണ്. ഈ ഒരു ലേഖനം ഒരുപാട് അബദ്ധങ്ങളാൽ നിറഞ്ഞിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലേഖനത്തെ എടുത്ത് നമ്മൾ സംസാരിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതും. പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ചെറിയൊരു കൊടുക്കൽ വാങ്ങലാണ് എന്നുള്ളൊരു ചിന്ത കൂടി ഈ ഒരു ലേഖനം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മിഥ്യാധാരണകളെ മാറ്റാൻ ഈ ഒരു സംസാരം കൊണ്ട് സാധിക്കേണ്ടതുണ്ട്, സാധിച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യൽ അവറിൽ ഇത്രയും നേരം സംബന്ധിച്ചതിന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇസ്ലാമിക ആരാധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത്. അതിന് വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ സംഘടിതമായ സക്കാത്ത് സംവിധാനങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകേണ്ടത് എന്നാണ് ഈ ഒരു പരിപാടിയിലൂടെ ഉള്ള ഒരു സന്ദേശമായി നൽകുവാനുള്ളത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് കരമ്പിലാക്കലാണ്. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. മറ്റൊരു വിഷയവുമായി ഇൻഷാ അല്ലാഹ് വേറൊരു ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.